നമ്മുടെ എതിരെ വരുന്ന കുറച്ച് കാര്യങ്ങളെ എതിർത്തുകൊണ്ട് അന്നത്തെ ജനങ്ങൾ ഒരുപാട് മൂവ്മെന്റ്സ് അഥവാ ഒരുപാട് പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. ആ പ്രതിഷേധങ്ങൾ ഏതൊക്കെ, അതെങ്ങനെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നേരെ തന്നെ നമുക്ക് ലെസണിലോട്ട് കിടക്കാം. ആദ്യം തന്നെ മിഡീവൽ യൂറോപ്പിന്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്, അതായത് ഈ ആന്റി ക്ലറിക്കൽ മൂവ്മെന്റിന് നയിച്ച് വഴിതിരിച്ച കാരണങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതായത് ആക്ച്വലി മിഡീവൽ യൂറോപ്പിലെ ജനങ്ങൾക്ക്, കോമൺ മാനിന് ഒരിക്കലും ഡയറക്റ്റ് രാജാവുമായിട്ട് ഒരു സംവാദത്തിനോ അല്ലെങ്കിൽ ഒരു കാര്യം അറിയിക്കാനോ ഒന്നിനും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പകരം ഈ കോമൺ മാൻ ആരുമായിട്ടാണ് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്, അതായത് അവരുടെ ലോർഡ്സുമായിട്ട്, അല്ലെ, ഫ്യൂഡൽ ലോർഡ്സ് അല്ലെങ്കിൽ ബാരൻസുമായിട്ടും ഡ്യൂക്സുമായിട്ടും അവരൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്ത് കിടക്കുന്നത്, ബന്ധപ്പെട്ട് കിടക്കുന്നത്. എന്നാൽ ഇതിനായിക്കോട്ടെ, ഈ ലോർഡ്സ് ആയിക്കോട്ടെ, ഈ കോമൺ മാനിന്റെ ഒരാവശ്യവും എന്ത് ചെയ്യില്ല, കണ്ടറിഞ്ഞ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവരിനെ സഹായിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയോ ഇത്തരത്തിൽ ഒരു കാര്യവും തന്നെ ആര് ചെയ്യുമായിരുന്നില്ല, ഈ ലോർഡ്സ് ചെയ്യുമായിരുന്നില്ല, അല്ലെ. അതായത് ഇവരെ കൊണ്ട് ഒരുപാട് പണിയെടുപ്പിക്കുകയും ഇവർക്ക് ആവശ്യത്തിനുള്ള ഇവരുടെ ആവശ്യത്തിനുള്ള അവകാശങ്ങൾ ഒന്നും തന്നെ കൊടുക്കുമായിരുന്നില്ല. അപ്പോൾ ഇവർക്ക് ആകെ എന്താകും, ഈ കോമൺ മാൻ ആകെ പ്രശ്നത്തിലാവും, പെട്ടുപോവുകയാണ് ചെയ്യുന്നത്, അല്ലെ. അപ്പോൾ ഇത് സഹിക്കാൻ വയ്യാതെ ഈ കോമൺ പീപ്പിൾസ് എന്ത് ചെയ്യും, ഇതിനെതിരെ പ്രതിഷേധിക്കും. മനസ്സിലായി? ഇതിനെതിരെ എന്ന് പറഞ്ഞാൽ ആരിനെതിരെയാ, ഈ ലോർഡ്സിനെതിരെയും ചർച്ചിനെതിരെയും, മനസ്സിലായോ, ഈ ഒരു സിസ്റ്റത്തിനെതിരെയും എല്ലാം തന്നെ ഇവർക്ക് കഴിയുന്നത് പോലെ ഇവർ പ്രതിഷേധിക്കും, ഈ കോമൺ പീപ്പിൾ. മനസ്സിലായോ? ഈ പ്രതിഷേധത്തിനെയാണ് അല്ലെങ്കിൽ ഇവർ ഈ നടത്തുന്ന ഈ ഒരു മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആന്റി ക്ലറിക്കൽ മൂവ്മെന്റ്. ഈ ആന്റി ക്ലറിക്കൽ മൂവ്മെന്റ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. മനസ്സിലായോ? അതായത് സഹിക്കാൻ വയ്യാതാവുമ്പോൾ ഇവരെന്ത് ചെയ്യും, പ്രതിഷേധിക്കും, അല്ലെ, ചർച്ചിനോടും. അതായത് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഹിസ്റ്ററിയിൽ കാണാൻ സാധിക്കും. ഇത്രയും സഹിക്കവയ്യാതെ ഈ കോമൺ പീപ്പിൾ എന്ത് ചെയ്യും, ചർച്ചിലോട്ട് കയറി പ്രതിഷേധിക്കുകയും അതേപോലെ തന്നെ ചർച്ചിനെ ആക്രമിക്കുകയും ഈ ഫ്യൂഡൽ ചില ലോർഡ്സുകളെ ആക്രമിക്കുകയും ഈ ചട്ടങ്ങളെ ആക്രമിക്കുകയും അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കോമൺ പീപ്പിൾ ചെയ്തതായിട്ട് നമുക്ക് ഹിസ്റ്ററിയിൽ കാണാൻ സാധിക്കും. ഒരു ചെറിയ എക്സാമ്പിൾ എടുത്താൽ തന്നെ പെസന്റ് റിവോൾട്ട്, അല്ലെ. പെസന്റ് റിവോൾട്ട് അത്തരത്തിൽ വന്ന ഒരു ആക്രമണം, അല്ലെ, അത്തരത്തിൽ ഉണ്ടായ ഒരു റിവോൾട്ട് ആണത്, അല്ലെ. പെസൻസിനൊന്നും സഹിക്കവയ്യാതെ അവർ സഹി കെട്ടപ്പോഴാണ് അവർ എന്ത് ചെയ്തത്, പ്രതിഷേധിച്ചത്. അപ്പൊ ഇതൊക്കെ എങ്ങനെ വരും, ഇതൊക്കെ തന്നെ ഈ മൂവ്മെന്റിനെയൊക്കെയാണ് നമ്മൾ ആക്ച്വലി എന്ത് വിളിക്കുന്നത്, ആന്റി ക്ലറിക്കൽ മൂവ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഈ ലെസണിൽ പ്രധാനമായിട്ട് ഒരാളിനെ കുറിച്ച് പഠിക്കാനുണ്ട്, ജോൺ വൈക്ലിഫ്. ആരാണ്? ജോൺ വൈക്ലിഫ്. ആരാണ് ഈ ജോൺ വൈക്ലിഫ് എന്ന് പറയുന്നത്? ഇദ്ദേഹം ആന്റി ക്ലറിക്കൽ മൂവ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഇദ്ദേഹത്തിന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. കാരണം ഇദ്ദേഹം ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ആന്റി ക്ലറിക്കൽ മൂവ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയാൻ പറ്റുന്ന ഏറ്റവും ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ജോൺ വൈക്ലിഫ്. എന്നാൽ ഇദ്ദേഹം ആരാണ് എന്ന് നോക്കുമ്പോൾ ബ്രിട്ടനിലുള്ള ഒരു ഇംഗ്ലീഷ് തിയോളജിനും അതേപോലെ തന്നെ ഒരു ഇംഗ്ലീഷ് ഫിലോസഫറും അതേപോലെ തന്നെ ഒരു റിഫോമർ കൂടിയാണ്. ആര്? ജോൺ വൈക്ലിഫ്. മനസ്സിലായി? അദ്ദേഹം എഴുത്തുകാരൻ കൂടിയാണ്. ഓക്കെ, സോ ഇദ്ദേഹമാണ് ആക്ച്വലി എന്ത് ചെയ്തത്, ഇദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ, ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അതുവരെയും ലാറ്റിനിൽ നമുക്ക്
ബൈബിള് ഇദ്ദേഹമാണ് എന്ത് ചെയ്തത്, ഇംഗ്ലീഷിലോട്ട് മാറ്റി എഴുതുകയും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. നമുക്ക് നോക്കാം. ആദ്യം ഇദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം നമ്മൾ നോക്കുമ്പോൾ 1330ന്റെയും അതേപോലെ തന്നെ 1384 AD ഈ ഒരു കാലഘട്ടത്താണ് ഇദ്ദേഹം ജീവിച്ചു പോകുന്നത്. ഇദ്ദേഹം എങ്ങനെയാണ് ഇത്രയും ഒരു സോഷ്യൽ റിഫോർമർ അല്ലെങ്കിൽ ആന്റി ക്ലറിക്കൽ മൂവ്മെന്റിന് ഇത്രയും വലിയൊരു ഭാഗമായത് എന്ന ആ ഒരു ഭാഗം നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആക്ച്വലി എഡ്വാർഡ് മൂന്നാമൻ എന്ന് പറഞ്ഞ രാജാവ് ജോൺ വൈക്ലിഫിനെ തന്റെ അടുത്തേക്ക് വിളിക്കുകയാണ്. എന്തിനാണ്? അതായത് ക്രൗണും അതേപോലെ തന്നെ പാപ്പസി ഇത് രണ്ടിന്റെയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാനാണ് എഡ്വാർഡ് മൂന്നാമൻ ജോൺ വൈക്ലിഫിനെ ക്ഷണിച്ചത്. അതേപോലെ തന്നെ ജോൺ വൈക്ലിഫ് എന്ത് ചെയ്തു? രാജാവിന്റെ കൽപ്പന പ്രകാരം ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. ഓക്കെ, ഇങ്ങനെ ക്രിറ്റിസിസം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോൺ വൈക്ലിഫിന് ഒരു കാര്യം മനസ്സിലായി. അതായത് ചർച്ച് പള്ളി ചർച്ച് അത്രയും എക്കണോമിക് ഇമ്പോർട്ടൻസിന്റെ അങ്ങേ അറ്റം നിൽക്കുമ്പോൾ ഇവിടെ കോമൺ മാൻ എന്ത് ചെയ്യുകയാണ്? പട്ടിണിയാണ്, പോവർട്ടിയാണ്. ഈ കാര്യങ്ങളൊക്കെ ആര് ക്രിട്ടിസൈസ് ചെയ്യുകയാണ്? ജോൺ വൈക്ലിഫ് ക്രിട്ടിസൈസ് ചെയ്യാണ്. എന്നിട്ട് അദ്ദേഹം എന്ത് വിളിച്ചു പറഞ്ഞു? ഒരിക്കലും ചർച്ചിന് ഇത്രയും എക്കണോമിക് സ്റ്റെബിലിറ്റിയുടെ ആവശ്യമില്ല. കാരണം ഇവിടെ ഓരോ കോമൺ പീപ്പിൾ എന്ത് ചെയ്യുകയാണ്? പട്ടിണിയിലും പരിവട്ടത്തിലും കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ചർച്ചിന് എന്തിനാണ് ഇത്രയും എക്കണോമിക് ഇമ്പോർട്ടൻസ്? മാത്രമല്ല ഇദ്ദേഹം മുൻനിർത്തി പറഞ്ഞൊരു കാര്യം, ജീസസ് ഒരിക്കലും ഇത്രയും ലക്ഷറി ആയ ഒരു ലൈഫില് ഇത്രയും എക്കണോമിക് സ്റ്റെബിലിറ്റി ഇത്രയും ലക്ഷറി ആയ ഒരു ലൈഫ് അല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ? പാവങ്ങളെയും പട്ടിണിയിൽ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ സഹായിക്കാനും അത്തരത്തിലാണ് ജീസസ് ജീവിച്ചു പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ ജീവിച്ചപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ചർച്ചുകാർ എങ്ങനെയാണ് ഇത്രയും എക്കണോമിക് സ്റ്റെബിലിറ്റിയിൽ ഇത്രയും വലിയ ലക്ഷറി ലൈഫ് ജീവിക്കുന്നത് എന്ന് ആര് ക്രിട്ടിസൈസ് ചെയ്ത് ചോദിക്കുകയാണ്? ജോൺ വൈക്ലിഫ് ക്രിട്ടിസൈസ് ചെയ്ത് ചോദിക്കുകയാണ്. അപ്പൊ ചർച്ചിനെ ചോദ്യം ചെയ്തു അല്ലെ? ചർച്ചിനെ ചോദ്യം ചെയ്ത് അവിടെ എന്താ അവസ്ഥ? അറസ്റ്റ് ചെയ്യും. മനസ്സിലായല്ലോ? അങ്ങനെ ജോൺ വൈക്ലിഫ് 1377 AD ജോൺ വൈക്ലിഫിനെ ഇവരെന്ത് ചെയ്യുകയാണ്? അറസ്റ്റ് ചെയ്യുകയാണ്. മനസ്സിലായല്ലോ? സോ ഇതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് അങ്ങനെ പണിഷ്മെന്റ് എല്ലാം കഴിഞ്ഞ് ജോൺ വൈക്ലിഫ് പുറത്തു വന്നപ്പോൾ ജോൺ വൈക്ലിഫ് എന്ത് ചെയ്യാൻ തുടങ്ങി? ചർച്ചിനെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങി. മനസ്സിലായല്ലോ? ചർച്ചിനെതിരെ പ്രതിഷേധിക്കാനുള്ള ഒരവസരവും ആര് വിട്ടുകളഞ്ഞിരുന്നില്ല? ജോൺ വൈക്ലിഫ് വിട്ടുകളഞ്ഞില്ല. പറ്റാവുന്ന അത്രയും എവിടെയൊക്കെ ഒരു ചാൻസ് ഉണ്ടോ അവിടെയൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ജോൺ വൈക്ലിഫ് ഇതിനോടെതിരെ പ്രതിഷേധിച്ചു കൊണ്ടേയിരുന്നു. ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലാറ്റിനിൽ ഉണ്ടായിരുന്ന ബൈബിൾ എന്ത് ചെയ്തു? ഇദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. മാത്രമല്ല ഇദ്ദേഹം ഇതിനോടനുബന്ധിച്ച് ഒരുപാട് വർക്ക്സുകൾ ചെയ്തിരുന്നു. അതായത് ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ വർക്ക്സ് ഒക്കെ ചർച്ചിൽ എന്തായിരുന്നു? പ്രൊഹിബിറ്റഡ് ആയിരുന്നു, നിരോധിച്ചതായിരുന്നു. ജോൺ വൈക്ലിഫിന്റെ ഓരോ എഴുത്തും ചർച്ചിൽ നിരോധിക്കപ്പെട്ട വർക്കുകളായിരുന്നു. പറ്റില്ല, ജോൺ വൈക്ലിഫിന്റെ ഒരു വർക്കുകളും പറ്റില്ല എന്നുള്ള തരത്തിലായിരുന്നു ചർച്ചിന്റെ മനോഭാവം. മനസ്സിലായല്ലോ? സോ ഇനി നമുക്ക് നോക്കാം. ആദ്യം തന്നെ ലൊലാർഡ് മൂവ്മെന്റ്സ്. ലൊലാർഡ് മൂവ്മെന്റ് അതെന്താണ്? ഈ ലൊലാർഡ് മൂവ്മെന്റ്സ് ആദ്യം തന്നെ ആരാണ് ലൊലാർഡ്? ആക്ച്വലി ജോൺ വൈക്ലിഫിനെ ഫോളോ ചെയ്തിരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലൊലാർഡ്സ് എന്ന് വിളിക്കുന്നത്. ആദ്യം തന്നെ ഈ ലൊലാർഡ്സ് ആദ്യത്തെ ലൊലാർഡ്സ് എന്ന് പറയുന്നത് ജോൺ വൈക്ലിഫിന്റെ ഒപ്പം പഠിച്ചിരുന്ന അഥവാ പഠിച്ചു കഴിഞ്ഞ സഹപാഠിയായിരുന്ന കുറച്ച് ആൾക്കാരായിരുന്നു ആദ്യം ഈ ലൊലാർഡ്സ്. മനസ്സിലായോ? അതിന്റെ തലവൻ അഥവാ ആ ഒരു കാലഘട്ടത്തിൽ ഈ ലൊലാർഡ്സ് പ്രതിഷേധിക്കുമ്പോൾ അതിനെ മുൻനിർത്തി അഥവാ ആ പ്രതിഷേധങ്ങൾക്കൊക്കെ മുന്നിൽ നിന്ന ഒരാളാണ് ആര്? നിക്കോളാസ്. മനസ്സിലായല്ലോ? നിക്കോളാസ്. പിന്നീട് ഈ ലൊലാർഡ് മൂവ്മെന്റ് എന്ത് ചെയ്തു വന്നു? പുരോഗമിച്ച് വന്നു. അതായത് ഇവരെന്ത് ചെയ്തുകൊണ്ട് തുടരെ ജോൺ വൈക്ലിഫ് ചെയ്ത പോലെ തന്നെ ഓരോ ചാൻസിലും ഇവർ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പ്രതിഷേധിച്ചുകൊണ്ടേയിരുന്നു. മനസ്സിലാവും? ഈ പ്രതിഷേധങ്ങളുടെ ഉദ്ദേശശുദ്ധി മൂലം പുറമേ നിന്നും ഈ കൂട്ടങ്ങളിൽ നിന്നല്ലാതെ പുറത്തുനിന്നുള്ള ആൾക്കാർ കൂടി എന്ത് ചെയ്തു? ഈ
ഈ ലൊലാഡ്സിന്റെ കൂടെ കൂടി അവരെന്ത് ചെയ്യാൻ തുടങ്ങി? ലൊലാഡ് മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. മനസ്സിലായല്ലോ? അതായത് ഇവരെല്ലാവരും തന്നെ ആക്ച്വലി ഇത്രയും ആൾക്കാർ, ഇത്രയും പീപ്പിൾ വെറും ഒരേ ഒരു ഐഡിയന്റെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അതായത് അവരുടെയൊക്കെ ചില ആവശ്യങ്ങളുണ്ട്. അതായത് ഇത് മാറണം, ഈ ഒരു സമ്പ്രദായം മാറണം, ഈ ഒരു രീതി മാറണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഇവരെ എന്ത് ചെയ്തത്? ഈ ഓരോ മൂവ്മെന്റും അല്ലെങ്കിൽ ഓരോ പ്രതിഷേധവും നടത്തിയിരുന്നത്. മനസ്സിലായോ? ഇത്രയും ആൾക്കാര് ഒന്നിച്ചു കൂടി എന്ത് ചെയ്യാൻ തുടങ്ങി? ഇതിനെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങി. മനസ്സിലായല്ലോ? ഈ ലൊലാഡ്സ് ഓരോ മൂവ്മെന്റ് ചെയ്യുമ്പോഴും ഇംഗ്ലണ്ടിന്റെ രാജാവ് അഥവാ ഇംഗ്ലണ്ടിന്റെ ഭരണാധികാരികള് ഈ ലൊലാഡ്സ് അഥവാ ഈ ലൊലാഡ് മൂവ്മെന്റ് കത്തോലിക് ചർച്ചിന് എതിരെയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആയുധം, ഒരു വെപ്പണായിട്ട് തന്നെ ആര് കണക്കുകൂട്ടി? ഇംഗ്ലണ്ട് കണക്കുകൂട്ടി. മനസ്സിലായല്ലോ? അതായത് ദേഷ്യം സഹിക്കാൻ വയ്യാതെ ഈ പെസൻസ് എന്ത് ചെയ്തു? പെസന്റ് റിവോൾട്ട് നടത്തിയപ്പോൾ നടത്തിയതിന് പിന്നില് അഥവാ അത്രയും കാര്യങ്ങൾ നടക്കാനുള്ള മെയിൻ റീസൺ എന്തായിരുന്നു? ഈ ലൊലാഡ്സ് ആയിരുന്നു. മനസ്സിലായോ? ഇവരുടെ ലൊലാഡ് മൂവ്മെന്റ് ആയിരുന്നു. മനസ്സിലായി? അതായത് ക്രിറ്റിസിസം ഇവരുടെ ഉള്ളിൽ വളർത്തിയെടുക്കുകയാണ് ആര് ചെയ്തത്? ലൊലാഡ്സ് ചെയ്തത്. മനസ്സിലായല്ലോ? ആ ഒരു ഉദ്ദേശമാണ് ലൊലാഡ് മൂവ്മെന്റ് ഉണ്ടായത്. ഇനി ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, ഈ ലൊലാഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരുപാട് പ്ലാൻ ചെയ്തിട്ട്, ഒരു കൂട്ടം ആൾക്കാരാണല്ലോ, പല ബിലീഫുള്ള, പല വ്യത്യസ്ത ചിന്താഗതിയുള്ള ആൾക്കാരാണ്. അവരൊന്നും തന്നെ ഒരുപാട് ആലോചിച്ചെടുത്ത് ഇന്ന ദിവസം ഇന്നത് ചെയ്യാം അങ്ങനെയുള്ള മൂവ്മെന്റ്സ് ഒന്നും അല്ല നടന്നത്. എല്ലാം സ്പോണ്ടാനിയസ് ആയിട്ടായിരുന്നു. മനസ്സിലായോ? എല്ലാം പെട്ടെന്നാവും. മനസ്സിലായോ? അതാണ് ഒരു ചാൻസ് കിട്ടിയാൽ അങ്ങോട്ട് കയറി അടിച്ചങ്ങോട്ട് കളയുമെന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അങ്ങനെയാണ് ഇവരുടെ ഒരു രീതി. ഓക്കെ, ലൊലാഡ്സിന്റെ. സോ അങ്ങനെ എല്ലാം തന്നെ സ്പോണ്ടാനിയസ് ആണ്. ഓക്കെ, ഇതോടുകൂടി തന്നെ ഈ ലൊലാഡ് മൂവ്മെന്റിന്റെ ഇമ്പാക്ട് പിന്നീട് ഉടനീളമുള്ള ഒരുപാട് സെഞ്ചുറീസിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് മാർട്ടിൻ ലൂതർ പോലുള്ള ഒരുപാട് റിഫോമേഴ്സിന് ക്രിറ്റിസിസം എന്താണ് എന്ന് തിരിച്ചറിയാൻ, അതേപോലെ തന്നെ യഥാർത്ഥ ക്രിറ്റിസിസം എന്താണ്, എങ്ങനെയാകണം ക്രിറ്റിസിസം എന്നൊക്കെ തിരിച്ചറിയാൻ എന്ത് സാധിച്ചു? അതായത് ലൊലാഡ് മൂവ്മെന്റിന് സാധിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അതായത് ചർച്ചിനെതിരെയുള്ള ക്രിറ്റിസിസം ഓരോന്നും അവർ എന്ത് ചെയ്തിരുന്നു? ചോദ്യം ചെയ്തിരുന്നു അല്ലെ? സോ അതൊക്കെ തന്നെ പിന്നീട് വന്ന സോഷ്യൽ റിഫോമേഴ്സ് ആയ മാർട്ടിൻ ലൂതർ പോലുള്ള ആൾക്കാർക്കൊക്കെ ഇത് വല്ലാത്തൊരു എന്തായിരുന്നു? ഒരു ഉത്ബോധനമായിരുന്നു. മനസ്സിലായോ? സോ പിന്നീട് അങ്ങോട്ടുള്ള റിഫോമേഴ്സ് ഒക്കെ ക്രിറ്റിസിസം വളരെ നന്നായി ക്രിറ്റിസിസം ചെയ്ത് അതിനൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർക്കൊക്കെ സാധിച്ചിരുന്നു. ഇതാണ് ആക്ച്വലി ലൊലാഡ് മൂവ്മെന്റിന്റെ ഏറ്റവും വലിയ ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഇതോടുകൂടി തന്നെ ഇംഗ്ലണ്ടിലെ മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫോർമേഷൻ എന്ന് ആരെ വിളിച്ചു? ജോൺ വൈക്ലിഫിനെ വിളിച്ചു. ഇപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ ജോൺ വൈക്ലിഫിന്റെ മറ്റൊരു പേരാണ് എന്ത്? ദി മോർണിംഗ് സ്റ്റാർ ഓഫ് റിഫോർമേഷൻ ഇൻ ഇംഗ്ലണ്ട്. സോ അവസാനം നമുക്ക് ഒബ്ജക്റ്റീവ് ആയിട്ട് ചോദിക്കാനുള്ള ഒരു ചോദ്യം കൂടി കിട്ടിയിരിക്കുകയാണ് അല്ലെ? സോ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ എളുപ്പമാണ്, മനസ്സിലാക്കി പഠിച്ചാൽ മതി, വായിച്ചു പോയാൽ മതി, എൻ്റെ ഒപ്പത്തിന് അങ്ങോട്ട് പോയാൽ മതി. ഓക്കെ, സോ നമുക്ക് ഇനി അടുത്തൊരു യൂണിറ്റ് കാണാം. ഇന്ന് ഞാൻ പഠിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് അടുത്ത യൂണിറ്റ് കാണാം. അതുവരെ ബൈ ആൻഡ് താങ്ക് യു.